إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. മറ്റു ദിനങ്ങൾക്കില്ലാത്ത നിരവധി മഹത്വങ്ങളും പ്രത്യേകതകളും ഈ ദിനത്തിനുള്ളതായി പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിർബന്ധമായും ഐച്ഛികമായും നാം നിർവഹിക്കേണ്ട ഒരുപാട് കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യൗമുൽ ജുമുഅ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം സമ്മേളിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് അർത്ഥം. വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അതിലെ ജുമുഅ നമസ്കാരവും അതേപോലെ തന്നെ ഖുതുബയുമാണ്. അതിനായി ആളുകൾ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നു. അതുകൊണ്ടാണ് യൗമുൽ ജുമുഅ എന്ന പേര് വെള്ളിയാഴ്ച ദിവസത്തിന് വരാനുള്ള കാരണം. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി
സയ്യിദുൽ അയ്യാമി, ദിവസങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ. അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാകുന്നു. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഖൈറു യൗമിൻ ത്വലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, ഫീഹി ഖുലിഖ ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ആ ദിവസത്തിലാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അല്ലാഹു അദ്ദേഹത്തെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും ആ ദിവസത്തിലാണ്. വഫീഹി ഉഖ്രിജ മിൻഹ, അദ്ദേഹം സ്വർഗ്ഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതും ആ ദിവസത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഖൂമു സ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന്. സഹോദരി സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അതിൽ ചെയ്യേണ്ട ഒരുപാട് ഇബാദത്തുകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസം സമാഗതമായാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക. വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടങ്ങളും അതേപോലെ തന്നെ ഏതൊക്കെ തിരക്കുകളുണ്ടോ അതെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നമ്മളോട് ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ദാലിക ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ദിവസം എന്ന് പറഞ്ഞാൽ മറ്റു ദിവസങ്ങളെ പോലെയല്ല. അതിൽ ചെയ്യേണ്ട ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആ ദിവസത്തിൽ പ്രത്യേകമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ഖുതുബകൾക്ക് നേരത്തെ വരാനും ജുമുഅയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ്വലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഏറെ ബഹുമാനിക്കുന്നു, അതേപോലെ തന്നെ ഏറെ ആദരിക്കുകയും ചെയ്യുന്നു. ആ പ്രവാചകരുടെ മേൽ ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. അത് ഹദീസുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം സമാഗതമായാൽ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നാണ്. അവിടുന്ന് പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുമുഅത്തി അല്ലാഹ ലഹു മിൻ നൂരിൻ മാ ബൈന ജുമുഅത്തൈനി,
ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ 2 ജുമകൾക്കിടയിൽ അവനൊരു പ്രകാശത്തെ നൽകുമെന്നാണ്. ഈ ഹദീസിന്റെ വിശദീകരണമായി കൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുകയാണ്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ 2 ജുമകൾക്കിടയിലുള്ള അവന്റെ പാപക്കറകളെ ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആല അയാൾക്കും പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത്. നോക്കൂ, വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരത്തിന് വരെ പ്രത്യേകത ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ്. അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅ. ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരമാകുന്നു എന്ന്. ആ സുബ്ഹി നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയും. സുബ്ഹി നമസ്കാരത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് സംഘടിതമായി കൊണ്ട് ആ സമയത്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ആ നമസ്കാരത്തിന് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. മാത്രവുമല്ല, വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ, അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായി കൊണ്ട് കുളിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ അഹദകുൽ ജുമുഅത ഫൽയഅ്തസിൽ. വെള്ളിയാഴ്ച ദിവസം സമാഗതമായാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി കൊണ്ട് കുളിക്കുക. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഉസുലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഖ്തലിമിൻ. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് അത് വിശ്വാസികളായ ആളുകളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് എന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബികളായ ആളുകൾ വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായി ഒരു വസ്ത്രം മാറ്റി വെച്ചിരുന്നു എന്ന്. അതുപോലെ തന്നെ ജുമാക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്നത് വരെ സുന്നത്താണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് വരിക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം സൂര്യൻ ഉദിച്ച് അല്പസമയം കഴിഞ്ഞാൽ ജുമയുടെ ബാങ്ക് കൊടുക്കുന്നത് വരെ, അതാണ് ജുമന്റെ സമയം എന്ന് പറഞ്ഞാൽ, ആ സമയത്തെ 5 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്നാണ്. ഓരോ ഭാഗങ്ങളിൽ പള്ളികളിലേക്ക് നേരത്തെ എത്തിച്ചേരുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രതിഫലങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 5 ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗത്ത് ആ സമയത്ത് എത്തിച്ചേരുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. അതിൻ്റെ രണ്ടാമത്തെ സമയങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് എത്തുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. അതിൻ്റെ നാലാമതായി ആ സമയങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. പിന്നീട് അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലമാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം ശ്രേഷ്ഠതയാണ് എന്നാണ്. പള്ളിയിൽ നേരത്തെ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അവര് ഖതീബ് മിമ്പറിലേക്ക് എത്തുന്നതിന് മുമ്പെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ പള്ളിയുടെ കവാടത്തിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകളെ അവർ കൃത്യമായി അവരുടെ റെക്കോർഡുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ ഇമാം മിമ്പറിലേക്ക് കയറിയാൽ അവർ അവരുടെ റെക്കോർഡുകൾ അടച്ചു വെക്കുകയും ജുമുഅ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നു.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചതാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും ജുമയുടെ ആ നമസ്കാരത്തിൻ്റെ സമയമായാൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി നേരത്തെ പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ആഴ്ചയിൽ വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ഈമാനൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി കനിഞ്ഞു നൽകിയ ഒരുപാട് പ്രതിഫലങ്ങളുള്ള ശ്രേഷ്ഠതകളുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന പ്രത്യേകമായ സമയമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമുള്ളത്. അതുകൊണ്ട് ആ പ്രാധാന്യം കൃത്യമായി കൊണ്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെത്തിയാൽ 2 റക്അത്ത് നമസ്കരിക്കാതെ നമ്മൾ ഇരിക്കാൻ വരെ പാടില്ല എന്നാണ് മഹാനായ സുലൈഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കച്ചവടത്തിന്റെ യാത്രയിൽ വെള്ളിയാഴ്ച ദിവസം അല്പം വൈകിക്കൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ നിന്നുകൊണ്ട് ചോദിച്ചു, തഹിയ്യത്ത് നമസ്കരിച്ചോ എന്ന്. അദ്ദേഹം നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നമസ്കരിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ജുമാ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും വളരെ വേഗത്തിൽ ആ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് വളരെ പെട്ടെന്ന് ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി അതിനുവേണ്ടി തയ്യാറാകണം എന്നാണ് സൂചിപ്പിച്ചു വന്നത്. മാത്രവുമല്ല, വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമാം നൽകുന്ന ഉപദേശങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളായിരിക്കും ഓരോ ഖുതുബയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഖുതുബ കേൾക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ പള്ളിയിലേക്ക് കടന്നിരിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. മൻ തവല്ല, ആരെങ്കിലും വുളു ചെയ്തു, ഫഅഹ്സനൽ വുളു, അവൻ അവന്റെ വുളുവിനെ നന്നാക്കിയെടുത്തു, നല്ല രൂപത്തിൽ വുളു ചെയ്തു. എന്നിട്ട് സുമ്മ അതാ അൽ ജുമുഅത, എന്നിട്ട് അവൻ പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി വന്നു. അങ്ങനെ വളരെ മിണ്ടാതെ ശ്രദ്ധയോടെ ഖുതുബ കേട്ട് നമസ്കരിച്ചു. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ അവന്റെ 2 ജുമകൾക്കിടയിലുള്ള പാപങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ആ പ്രത്യേകത, ആ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി നമ്മൾ വരണം എന്നുള്ളതാണ്. ഖുതുബ നടക്കുമ്പോൾ അശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പാടില്ല, വളരെ ശ്രദ്ധയോടുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബനെ പറ്റി പറഞ്ഞത് ഒരു സേനയെ നയിക്കുന്ന സേനാധിപനെ പോലെയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കുകയെന്ന്. അതിൽ ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾക്കുള്ളതുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ ഞങ്ങൾ പഠിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബകളിലൂടെയാണ് എന്ന്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, ഖുതുബന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നടത്തിയ എല്ലാ ഖുതുബയുടെ പ്രഭാഷണങ്ങളും സ്വഹാബികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു എന്നാണ്. ഒരു ഖുതുബ പോലും സ്വഹാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മനസ്സിലാകാതിരുന്നിട്ടില്ല. ഖുതുബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. അതുവഴി ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം. അത് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഭാഷ ഏതാണോ ആ രൂപത്തിലായിരിക്കണം ഖതീബ് സംസാരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ 100-ലധികം ഖുതുബകൾ നടത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകളൊക്കെ 500-ന്റെ അടുത്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഖുതുബകൾ, ഒരു ഖുതുബ പോലും സ്വഹാബികൾക്ക് മനസ്സിലാകാതിരുന്നിട്ടില്ല. അതിൽ സ്വർഗത്തെ പറ്റി പറയും, നരകത്തെ പറ്റി പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ആ ജുമുഅക്ക് വേണ്ടി വരൽ അനുവദനീയമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ജുമുഅ ജമാഅത്തുകൾക്കും അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങൾക്കും ഒക്കെ സ്ത്രീകൾ പള്ളികളിൽ പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് ഹദീസുകളിലൂടെ അത് തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലെ ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകാൻ നമ്മളോട് അനുവാദം ചോദിച്ചാൽ അവരെ തടയാൻ പാടില്ല, അത് അവരുടെ അവകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ കൂടി ജുമാകൾ കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിലൊരു ഹറാമുമില്ല. ആ ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു കാരണവശാലും ജുമാ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനഃപൂർവ്വം